തൃശൂർ മെഡിക്കൽ കോളേജ് പുറത്തുനിന്നുള്ള മരുന്ന് ഇങ്ങനെ എഴുതി തോൽക്കുകയാണ് സാർ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക്, കോട്ടയത്തിലേക്ക്, തൃശ്ശൂരിലേക്ക്, കോഴിക്കോടിലേക്ക് കൃത്യമായിട്ട് വിഹിതം നിങ്ങൾ വാങ്ങിച്ചു വെച്ചു സാർ. ആ വെച്ച കാര്യങ്ങളൊന്നും നിങ്ങൾ കൃത്യമായി ചെയ്തില്ല സാർ. നിങ്ങളുടെ സർക്കാർ സാർ കൃത്യമായിട്ട് ഈ അധികാരത്തിൽ വന്ന് 11 വർഷമാകുന്ന സമയത്ത് ഞങ്ങളുടെ പദ്ധതികൾ മേക്ക് ഇൻ ഇന്ത്യ ആയിക്കോട്ടെ, സ്വച്ഛ് ഭാരത് ആയിക്കോട്ടെ, ജനൌഷധി ആയിക്കോട്ടെ, ആയുഷ്മാൻ ഭാരത് ആയിക്കോട്ടെ, സ്റ്റാൻഡ് ബൈ മിത്ര ആയിക്കോട്ടെ, ദീനദയാൽ കൗശൽ യോജന ആയിക്കോട്ടെ, ദീനദയാൽ ഗ്രാമീൺ ജ്യോതി യോജന ആയിക്കോട്ടെ, MSME പദ്ധതി ആയിക്കോട്ടെ, വിശ്വകർമ്മ അഭിയാൻ ആയിക്കോട്ടെ, ജൽജീവൻ മിഷൻ ആയിക്കോട്ടെ, ഇവർ വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കൃത്യമായിട്ട് പറയാം, 9 കൊല്ലമായിട്ട് ഇവർ അവതരിപ്പിച്ച ബഡ്ജറ്റുകളിൽ ഇവർ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും അറ്റ്ലീസ്റ്റ് ചെറിയ കാര്യങ്ങൾ, ആ കാര്യങ്ങൾ പോലും നടപ്പിലാക്കാതെ വീണ്ടും ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിൽ എന്താണ് കാര്യം? ഒരു കോമാളി ഷോ നടക്കുന്നു എന്നല്ലാതെ എന്താണ് നമ്മൾ പറയാൻ സാധിക്കുക? പറഞ്ഞ CPM മുഖപത്രമൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ സംസ്ഥാന ബജറ്റാണ് നടന്നതെന്നൊക്കെ തോന്നുന്ന തരത്തിലുള്ള പ്രഖ്യാപനവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൽ 3.0 ലോഡിംഗ് എന്നുള്ളതാണ് ഈ ഇടത് പ്രൊഫൈലുകളിലൊക്കെ ഏറ്റവും പൊതുവിലായി കാണുന്ന ഒരു കാര്യം. അതിനെന്താ മറുപടി? വെറും വാഗ്ദാനം കിട്ടുകയില്ല. അതുകൂടെ മനസ്സിലായില്ലേ? വരൂ. അല്ല, 3.0 ലോഡിംഗ് എന്ന് അവരുടെ പ്രൊഫൈലിൽ കാണുന്നുവെങ്കിൽ അതിന് കൃത്യമായിട്ട് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി മറുപടി പറഞ്ഞല്ലോ. 5th ഗിയറിലാണ് ഓടിക്കൊണ്ടിരിക്കണമെന്ന് പറഞ്ഞു. കാരണം ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഓടിക്കാണ് ജനം. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ. അപ്പൊ നല്ല ഓട്ടോ ഓടുക നല്ലത്. കാരണം എന്താ വെച്ചാൽ ഇല്ലെങ്കിൽ ഈ തട്ടിപ്പ് കൊണ്ട് ചെന്ന ജനങ്ങൾ ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ അടിച്ചു ഓടിക്കൂരേ. നിനക്ക് പറ്റൂലേ, കളഞ്ഞിട്ട് പോടേ. കുറെ സമയമായിട്ട് കളിയാക്കണ്. ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിന്റെ അപ്പുറത്ത് കുറെ പെൻഷനുകളുണ്ട്. തയ്യൽ തൊഴിലാളിയില്ലേ, കെട്ടിട തൊഴിലാളി ക്ഷേമനിധിയില്ലേ, വികലാംഗരുടെ പെൻഷനില്ലേ, ഇതിലൊക്കെ എത്ര കോടി ഉറുപ്പിയാണ് അയ്യപ്പദാസെ ഇവർ കുടിശ്ശികയെന്നറിയാമോ? ഒന്നും കൊടുത്തിട്ടില്ല ഇവർ കൊടുക്കില്ലെന്ന്. അതേപോലെ തന്നെ ഇവർ വെള്ളക്കരം കൂട്ടുമ്പോഴും ഭൂക്കരം കൂട്ടുമ്പോഴും കറണ്ട് ബില്ല് ഇടിവെട്ട് പോലെയാണ് അയ്യപ്പദാസ്. അതൊന്ന് അയ്യപ്പദാസ് ശ്രദ്ധിക്കണം. ഈ അറിവ് എവിടുന്ന് കിട്ടി? പത്രത്തിൽ അടിച്ചു മാറ്റിയതാ. സോളാർ വിൽക്കുന്ന സമയത്ത് പോലും സോളാർ വിൽക്കുന്നതിന് 10 രൂപ കറണ്ട് ബില്ല് കുറയ്ക്കാനല്ലേ. ഇപ്പൊ അവർക്ക് പുതിയ മീറ്ററാ, അത് ഞെട്ടിക്കുന്ന കറണ്ട് ബില്ലാണ് അയ്യപ്പദാസെ. അതേപോലെ ഓരോ സമയത്തിനനുസരിച്ച് കറണ്ട് ബില്ലിന് കാശ് കൂട്ടിക്കൊണ്ടിരിക്കുക. അത് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ മനുഷ്യന്റെ ഇടനെഞ്ച് പൊട്ടുന്ന അവസ്ഥയാണ്. പിന്നെ തൃശൂർ മെഡിക്കൽ കോളേജ് പുറത്തുനിന്നുള്ള മരുന്ന് ഇങ്ങനെ എഴുതി തോൽക്കുകയാണ് സാർ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക്, കോട്ടയത്തിലേക്ക്, തൃശ്ശൂരിലേക്ക്, കോഴിക്കോടിലേക്ക് കൃത്യമായിട്ട് വിഹിതം നിങ്ങൾ വാങ്ങിച്ചു വെച്ചു സാർ. ആ വെച്ച കാര്യങ്ങളൊന്നും നിങ്ങൾ കൃത്യമായി ചെയ്തില്ല സാർ. എന്തിനായിരുന്നു ബിന്ദു മരിച്ചു വീണത് എന്ന് നിങ്ങൾക്കറിയാമല്ലോ അല്ലെ? കെട്ടിടം വീണ് മരിച്ചത്. അത് കഴിഞ്ഞ് നിങ്ങൾ എന്തായി പറയുന്നത്? 70 വയസ്സ് കഴിഞ്ഞവർക്ക് കാശ് കിട്ടുന്ന ഒരു സൗകര്യം ഉണ്ടായിട്ട് പോലും അത് എഴുതി ഒപ്പിടാൻ പോലും തയ്യാറാവാത്ത ഒരു ആരോഗ്യമന്ത്രി ഇവിടെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ സർക്കാർ സാർ കൃത്യമായിട്ട് ഈ അധികാരത്തിൽ വന്ന് 11 വർഷമാകുന്ന സമയത്ത് ഞങ്ങളുടെ പദ്ധതികൾ മേക്ക് ഇൻ ഇന്ത്യ ആയിക്കോട്ടെ, സ്വച്ഛ് ഭാരത് ആയിക്കോട്ടെ, ജനൌഷധി ആയിക്കോട്ടെ, ആയുഷ്മാൻ ഭാരത് ആയിക്കോട്ടെ, സ്റ്റാൻഡ് ബൈ മിത്ര ആയിക്കോട്ടെ, ദീനദയാൽ കൗശൽ യോജന ആയിക്കോട്ടെ, ദീനദയാൽ ഗ്രാമീൺ ജ്യോതി യോജന ആയിക്കോട്ടെ, MSME പദ്ധതി ആയിക്കോട്ടെ, വിശ്വകർമ്മ അഭിയാൻ ആയിക്കോട്ടെ, ജൽജീവൻ മിഷൻ ആയിക്കോട്ടെ, ഇനി റേഷനരി കിട്ടുന്ന പദ്ധതികളായിക്കോട്ടെ, എത്ര കേന്ദ്ര സർക്കാരിന്റെ റേഷനരി കൊടുക്കുന്നതിൽ എന്തെങ്കിലും ഒരു തെറ്റുണ്ട് എന്ന്, എന്തെങ്കിലും ഒരു കുറവുണ്ടെന്ന് അയ്യപ്പദാസിന് തോന്നുന്നുണ്ടോ? എല്ലാ പദ്ധതികളും ഇവർക്ക് കൃത്യമായി കൊടുക്കുന്നില്ല. അയ്യപ്പദാസിന്റെ പരിപാടി എന്താ? PM ആവാസ് യോജന കൊണ്ടുവന്ന് ലൈഫാക്കി, MGNREA അയ്യങ്കാളി പദ്ധതിയാക്കി മാറ്റി, സ്വച്ഛ് ഭാരത് മിഷൻ ശുചിത്വ മിഷനാക്കി മാറ്റി. തട്ടിപ്പാണല്ലേ. അതേപോലെ തന്നെ PM കൃഷി യോജന KM മാണിയുടെ പേരിലൊരു പദ്ധതിയാക്കി മാറ്റി, ആയുഷ്മാൻ ഭാരതിനെ കൊണ്ടുവന്ന് കാരുണ്യമാക്കി മാറ്റി, അടൽ മിഷൻ ഫോർ റീജിയണൽ അർബൻ പദ്ധതിയെ അമൃത് പദ്ധതിയാക്കി മാറ്റി. RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ, സഹിക്കല്ലാതെ എന്ത് ചെയ്യാ. അതേപോലെ തന്നെ NRHM-നെ ആർദ്രം പദ്ധതിയാക്കി മാറ്റി, PM ഉജ്ജ്വല യോജനയെ ഫിലമെന്റ് ഫ്രീ രഹിത കേരളമാക്കി മാറ്റി, PM ഗരീബ് കല്യാൺ യോജനയെ സൗജന്യ റേഷൻ പദ്ധതിയാക്കി മാറ്റി, അതുപോലെ തന്നെ PM പോഷൺ അഭിയാനെ മിഡ് ഡേ മീൽ പദ്ധതിയാക്കി മാറ്റി. അപ്പൊ പിന്നെ കേന്ദ്ര സർക്കാർ തന്നില്ല എന്ന് അവിടെ കിടന്ന് നിലവിളിക്കരുത്. അയ്യപ്പദാസെ, കേന്ദ്ര സർക്കാർ കൃത്യമായി പൈസ കൊടുക്കേണ്ട സമയത്ത് സംസ്ഥാനത്തിന് അർഹമായ പൈസ കൃത്യമായി കൊടുക്കുന്നുണ്ടെന്നേ, അത് വാങ്ങിക്കുന്നുണ്ടെന്നേ, അത് വഴിമാറ്റിയും വഴി തിരിച്ചും തലയുടെ മുകളിൽ ഇവർ ഉപയോഗിക്കുന്നുണ്ടെന്നേ. അത് കഴിഞ്ഞിട്ട് ഒരു ഉളുപ്പുമില്ലാതെ ഡൽഹിയിൽ പോയി സമരം ചെയ്യുകയാണ്. കിട്ടിയിട്ടില്ല. ആ നിലവിളി വേണ്ടെന്നാ ഞാൻ പറഞ്ഞത്. പോയി ചത്തുടടാ. രണ്ടാമത്തെ കാര്യം, അയ്യപ്പദാസെ, ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോഴല്ല ജനങ്ങളോട് സ്നേഹം ഉണ്ടാവണ്ടേ. ഇവർ അധികാരത്തിൽ വന്ന് 9.5 കൊല്ലായില്ലേ. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. കേരളത്തിലെ ഏത് മേഖലയാണ് തകർന്നിരിക്കുന്നത്, ഏത് മേഖലയാ പ്രയാസമുള്ളത് എന്ന് അനിൽകുമാർ ചോദിച്ചു. അനിൽകുമാറെ, വിട്ടില്ലേ? ആരംഭിച്ചു. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? മുഖ്യമന്ത്രി മുതൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി ആയിക്കോട്ടെ, കൃഷി വകുപ്പായിക്കോട്ടെ, വിദ്യാഭ്യാസ വകുപ്പായിട്ടെ, ധനവകുപ്പായിക്കോട്ടെ, ഇനി നിങ്ങളുടെ ഫോറസ്റ്റ് വകുപ്പായിക്കോട്ടെ, വൈദ്യുതി വകുപ്പായിക്കോട്ടെ, ജലസേചന വകുപ്പായിക്കോട്ടെ, സ്പോർട്സ് വകുപ്പ്, നമ്മുടെ മെസ്സിന്റെ വകുപ്പില്ലേ, അർജന്റീന മന്ത്രി കലകിയില്ലേ ഇപ്പൊ 2 ദിവസം മുന്നേ. അവനെ നമ്പിയാണ് ഞാൻ ഇങ്ങനെ ആയത്. 64 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കുന്ന ഒരു സർക്കാർ 34 ലക്ഷത്തോളം സ്ത്രീകളെ ഇതാ പുതുതായി ഒരു സ്ത്രീ സുരക്ഷ എന്ന് കൊണ്ടുവരുമ്പോൾ 1 കോടി ആളുകൾക്ക് സർക്കാരിൽ നിന്ന് നേരിട്ട് എല്ലാ മാസവും സഹായം കിട്ടുകയാണ്.
ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ നിലപാട് എന്ന് പറയപ്പെടുന്നത് അപഹാസ്യമാണ് കേരള സമൂഹത്തിന് മുമ്പിൽ. ജനങ്ങൾക്ക് ഉപകാരം കിട്ടുന്നു എന്നുള്ളതല്ല, അത് ഇവരുടെ രാഷ്ട്രീയ ചൂതാട്ടത്തിന് വേണ്ടി നമ്മുടെ പാവപ്പെട്ട ജനങ്ങളുടെ വിശപ്പിനെയോ അല്ലെങ്കിൽ പാവപ്പെട്ട ജനങ്ങളുടെ ദാരിദ്ര്യത്തെയോ ഇവർ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അതിനകത്ത് കൃത്യമായ രാഷ്ട്രീയം. ഇവനെ സൂക്ഷിക്കണം, ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി. ഇത്ര കോടി രൂപ ഇവർക്ക് കയ്യിൽ കിട്ടിയിട്ട് ഇതിന്റെ തൊട്ട് മുമ്പത്തെ വർഷത്തെ ചോദ്യം ചോദിച്ച സമയത്ത് ഇവർ കടലാസ് കൊടുക്കില്ലെന്ന്. ഇവരൊരു കാര്യം പോലും അതിന്റെ എങ്ങനെ വിനിയോഗിച്ചു, അത് ഏത് രീതിയിൽ വിനിയോഗിച്ചു എന്നുള്ളതിന്റെ പേപ്പറും കൊടുക്കില്ല, അക്കൗണ്ടും ഇല്ല, ഓഡിറ്റും ചെയ്തിട്ടില്ല, ഓഡിറ്റിന്റെ കണക്കും കൊടുത്തിട്ടില്ല. ഇത്യാദി കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നു പോകും. പിന്നെ 2 ലക്ഷം കോടി രൂപയുടെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു എന്നല്ലേ ബഹുമാനായ ശ്രീ ഇടതുപക്ഷത്തിന്റെ നേതാവായിട്ടുള്ള അനിൽകുമാർ പറയുന്നത്. സാർ ഞാൻ ചോദിക്കട്ടെ, ബഡ്ജറ്റ് അവതരിപ്പിക്കാനായിട്ട് ഒരു ദിവസം കാലത്ത് ആ പേപ്പറും പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ കൃത്യമായിട്ടൊരു കഥ വായിച്ച് അവതരിപ്പിക്കാം. നിങ്ങളുടെ തന്നെ മന്ത്രി അതിനു മുൻപേ അവതരിപ്പിച്ച ബഡ്ജറ്റ് ഇത്തവണ അവതരിപ്പിക്കുന്ന സമയത്ത് അന്ന് പറഞ്ഞ ഒരു കാര്യം പോലും നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. അടിപൊളി. 1500 വാഗ്ദാനങ്ങൾ നടപ്പാക്കിയ സർക്കാരാണ് 2 ടേമിലായിട്ടെന്നുള്ളതാണ് ശ്രീ അനിൽകുമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് മുന്നിലേക്കാണ് താങ്കൾ ഈ പോയിന്റ് വെക്കുന്നത്. അവർ വാഗ്ദാനങ്ങൾ പറയാൻ വലിയ മിടുക്കന്മാരാണ്. ഞാൻ പണ്ടും ഈ ചർച്ചയിൽ തന്നെ പറഞ്ഞിട്ട് സോഡാ കുപ്പിയുടെ ഉള്ളിലത്തെ ഗോലിക്കായ കണ്ടിട്ടുണ്ടോ അയ്യപ്പദാസ്? അത് എടുക്കാൻ കിട്ടില്ല, കാണാൻ നല്ല ഭംഗിയാണ്. ഇവരുടെ വാഗ്ദാനങ്ങൾ എന്ന് പറയപ്പെടുന്നത് അതാണ്. ഇവർ വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അയ്യപ്പദാസ് നമുക്ക് കൃത്യമായിട്ട് പറയാലോ, 9.5 കൊല്ലമായിട്ട് ഇവർ അവതരിപ്പിച്ച ബഡ്ജറ്റുകളിൽ ഇവർ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും, അറ്റ്ലീസ്റ്റ് ചെറിയ കാര്യങ്ങൾ, ആ കാര്യങ്ങൾ പോലും നടപ്പിലാക്കാതെ വീണ്ടും ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിൽ എന്താണ് കാര്യം? ഒരു കോമാളി ഷോ നടക്കുന്നു എന്നല്ലാതെ എന്താണ് നമ്മൾ പറയാൻ സാധിക്കുക? കേരളത്തിലെ റോഡ് ഗതാഗതം, വെള്ളം, തോട്, പാലം, വെളിച്ചം, ആരോഗ്യം ഇത്യാദി കാര്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കുന്നുണ്ടെന്ന് അയ്യപ്പദാസിന്റെ ബോധ്യമുണ്ടോ? കാലം ഇത്രയായിട്ട് കേരളത്തിലൊന്നൊരു പാവപ്പെട്ടവൻ ജോലി എടുക്കാൻ പോയാലേ അവന് 1 കിലോ വെളിച്ചെണ്ണയും ആകെ ഇടങ്ങാഴി അരി മേടിക്കാൻ പറ്റുള്ള അയ്യപ്പദാസെ. വെളിച്ചെണ്ണ അങ്ങനെ ഷെൽഫിൽ വെച്ചിട്ടേ പപ്പടം അങ്ങനെ വറക്കാം, അത് ഉപയോഗിക്കാൻ പറ്റില്ല. 1,500 ഉറുപ്പിക കൊടുക്കണം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് രാഷ്ട്രീയ താല്പര്യം മാത്രമേ ഉള്ളൂ. ഇവർക്ക് സമൂഹത്തിനോട് ഒരു തരത്തിലുള്ള സ്നേഹവും ഇല്ല എന്ന് മാത്രമല്ല, ഈ തട്ടിപ്പ് കണക്കുകൾ ഇങ്ങനെ അവതരിപ്പിക്കുക, വായക്കൊള്ളാത്ത വർത്തമാനങ്ങൾ പറയാം. പണ്ട് ഗോവിന്ദ മാഷും പറയില്ല, അമൂർത്തമായ കാര്യങ്ങൾ മൂർത്തമായ സമയത്ത് മൂർത്തമല്ലാത്ത രീതിയിൽ നടപ്പിലാക്കിയാൽ അമൂർത്തമായ കാര്യങ്ങൾ ഇവിടെ നടപ്പിലാക്കും. ഇത്യാദി കാര്യങ്ങളാണ്. ഇട പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. ചവിട്ടി അവന്റെ അണ്ണാക്കകത്ത് കയറ്റിട്ടുണ്ട്. അനിയാ പോട്ടെ, അമ്പിമോനെ പോട്ടറ. സാറേ ഒന്നും വിചാരിക്കല്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ.